നമുക്കിപ്പോൾ ഇപ്പോൾ മന്ത്രി എം.പി. രാജേഷ് ടെലിഫോൺ ലൈനിൽ ചേരുന്നു. ശ്രീ എം.പി. രാജേഷ്, ബുദ്ധദേവ് ഭട്ടാചാര്യ അദ്ദേഹം വിട വാങ്ങിയിരിക്കുന്നു. താങ്കൾ എങ്ങനെ അനുസ്മരിക്കുന്നു? ബുദ്ധദേവ് ഭട്ടാചാര്യ ബംഗാളിലെ മുൻ മുഖ്യമന്ത്രി, ഏതാണ്ട് ഒരു വ്യാഴവട്ടക്കാലം ബംഗാളിലെ മുഖ്യമന്ത്രിയായി സംസ്ഥാനത്തെ നയിച്ച ഭരണാധികാരി എന്ന നിലയിലും CPIM-ന്റെ പോളിറ്റ് ബ്യൂറോ അംഗം എന്ന നിലയിലുമെല്ലാം രാജ്യത്തെ തന്നെ തലയെടുപ്പുള്ള തലമുതിർന്ന നേതാക്കളിൽ ഒരാളാണ്. വലിയ സംഭാവനകളാണ് അദ്ദേഹം CPIM-നും ഇടതുപക്ഷ രാഷ്ട്രീയത്തിനും ബംഗാളിനുമെല്ലാം നൽകിയിട്ടുള്ളത്. ബംഗാളിൽ എല്ലാവരാലും ആദരിക്കപ്പെടുന്ന രാഷ്ട്രീയ നേതാവ് എന്നതിനൊപ്പം എഴുത്തുകാരൻ, ബുദ്ധിജീവി, സാംസ്കാരിക നായകൻ എന്ന നിലയിൽ എല്ലാവരാലും ആദരിക്കപ്പെട്ട ഒരാളാണ്. ബംഗാളിലെ ബുദ്ധിജീവി വൃന്ദത്തിനിടയിൽ ഏറ്റവും അംഗീകാരമുള്ള ഒരാൾ കൂടിയായിരുന്നു ബുദ്ധദേവ്. രാഷ്ട്രീയ നേതാവ് മാത്രമല്ല എന്നതും ഈ സന്ദർഭത്തിൽ ഓർമ്മിക്കാവുന്നതാണ്. അദ്ദേഹം വിവർത്തകനായും എഴുത്തുകാരനായും ഒക്കെ വലിയ സംഭാവന ബംഗാളി സാഹിത്യത്തിനും ബംഗാളി സംസ്കാരത്തിനും നൽകിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ മുഖ്യമന്ത്രി എന്ന നിലയിൽ ബംഗാൾ നേരിട്ട ചില പ്രശ്നങ്ങളെ അഭിസംബോധന ചെയ്യാനാണ് അദ്ദേഹം ശ്രമിച്ചത്. വ്യവസായ വികസനം, അതുപോലെ തൊഴിൽ സൃഷ്ടിക്കുക എന്നിവ. എന്നാൽ അതിനെ ജനങ്ങൾക്കിടയിൽ തെറ്റായി ചിത്രീകരിച്ചുകൊണ്ടും ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടും മാവോയിസ്റ്റുകളും മമതാ ബാനർജിയും എല്ലാം ചേർന്ന് സിംഗൂരിലും നന്ദിഗ്രാമിലും അഴിച്ചുവിട്ട കലാപം, അതാണ് ബുദ്ധദേവൻ ഭട്ടാചാര്യയുടെ ഗവൺമെന്റിന്റെ പരാജയത്തിന് ഒക്കെ ഇടയാക്കിയത്. അപ്പോൾ വളരെ മാതൃകാപരമായ ഒരു കമ്മ്യൂണിസ്റ്റ് ജീവിതം നയിച്ച മുഖ്യമന്ത്രി ആയിരിക്കുമ്പോഴും അല്ലാത്ത അതിനുശേഷവുമെല്ലാം വളരെ മാതൃകാപരമായ ഒരു കമ്മ്യൂണിസ്റ്റ് ജീവിതം നയിച്ചിട്ടുള്ള, ഒരുപക്ഷെ ഇന്ത്യയിൽ തന്നെ ഇടതുപക്ഷത്ത് നിന്നുള്ള ആളുകൾ മാത്രമേ ഇത്തരത്തിലുള്ള ഒരു മാതൃകാ ജീവിതം നയിച്ചിട്ടുള്ള ആളുകൾ ഉണ്ടാവും. അത്തരമൊരാൾ കൂടിയാണ് ബുദ്ധദേവ് ഭട്ടാചാര്യ എന്നതും ഈ സന്ദർഭത്തിൽ ഓർമ്മിക്കേണ്ടതുണ്ട്. അദ്ദേഹത്തിന്റെ വിയോഗം വലിയ നഷ്ടമാണ്. ആ വിയോഗത്തിൽ അതിയായ ദുഃഖം രേഖപ്പെടുത്തുന്നു. തീർച്ചയായും മിനിസ്റ്റർ, വളരെയധികം നന്ദി ഈ ഘട്ടത്തിൽ നമുക്കൊപ്പം ചേർന്നതിന്, പ്രതികരിച്ചതിന്.